ബീഫൊക്കെ കറി വെക്കുന്ന പോലെ തേങ്ങ വറുത്തരച്ചിട്ട് കറി വെക്കുന്നതായിരിക്കും നോക്കാം. ഇതൊരു നാടൻ കറിയാണിത്. ഈ കറി നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത്. ഈ കറിയിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കോളിഫ്ലവറാണ് വേണ്ടത്. പിന്നെ ഈ കറിയിലേക്ക് തേങ്ങ വറുത്തിട്ട് അരച്ച് ചേർക്കും. ഈ തേങ്ങ വറുത്തെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഗരം മസാല ചേർക്കുമ്പോൾ ഗരം മസാലയുടെ പൊടിയായിട്ട് ചേർക്കരുത്, മുഴുവനായിട്ടുള്ള ഗരം മസാല തന്നെ ചേർക്കണം. പിന്നെ മല്ലിയും വേണം, മഞ്ഞൾപ്പൊടിയും വേണം, മുളകും വേണം. മല്ലി ചേർക്കുമ്പോഴായിരുന്നാലും മുഴുവനായിട്ടുള്ള മല്ലി തന്നെ ചേർക്കണം, മല്ലിയുടെ പൊടി ചേർക്കരുത്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, മുളക് ചേർക്കുമ്പോഴായിരുന്നാലും മുഴുവനായിട്ടുള്ള മുളക് തന്നെ ചേർക്കണം. അത് മല്ലിയുടെ പൊടി ചേർക്കുന്നതും മുഴുവനായിട്ടുള്ള മല്ലി ചേർക്കുന്നതും തമ്മിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റിന് വ്യത്യാസം വരും. പിന്നെ ഈ കറിയിലേക്ക് മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത് പെരുംജീരകത്തിൻ്റെ ടേസ്റ്റും മല്ലിയുടെ ടേസ്റ്റാണ്. പിന്നെ കറിയിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് തക്കാളിയാണ് ചേർക്കുന്നത്. പിന്നെ ഇഞ്ചിയും വേണം, സവോളയും വേണം, പച്ചമുളകും വേണം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ കറിയാക്കാന്ന്. ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഞാനിതിലേക്ക് ഒരു 3.5 പിടി തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് മല്ലി ചേർക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലി ചേർത്തിട്ടുണ്ട്. കുരുമുളക് ചേർക്കാം. മുളക് ചേർക്കാം. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നിങ്ങളിതിലേക്ക് ഓരോന്ന് ചേർക്കുമ്പോൾ തീ പതുക്കെ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് ഒരു 7 കറിയാമ്പൂ ചേർക്കുക. ഒരു തക്കോലം ചേർക്കുക. ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം കറുകപ്പട്ട ചേർക്കുക. കറുകപ്പട്ട നിങ്ങൾ ചേർക്കാൻ പോണതിന് മുമ്പ് ആ കറുകപ്പട്ടയുടെ ടേസ്റ്റ് നോക്കുക. ചില കറുകപ്പട്ടയ്ക്ക് ടേസ്റ്റ് ഭയങ്കര കുറവായിരിക്കും. ഒരു നുള്ളു ഉലുവ ചേർക്കുക. ഉലുവ ചേർക്കുമ്പോൾ ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി. കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല കൈപ്രസ് ഉണ്ടാവും. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർക്കുക. 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ഈ തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. ഈ കറി വയ്ക്കുമ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക. അപ്പോഴായിരിക്കും ആ കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഈ തേങ്ങ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ തേങ്ങ വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർക്കുക. തേങ്ങ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തീ പതുക്കെ കുറച്ച് വെക്കണം. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. തേങ്ങ ചെറിയ ചൂടിലിട്ടിട്ട് തേങ്ങ വറുത്തെടുക്കണം. അപ്പോഴായിരിക്കും ആ തേങ്ങ വറുത്തെടുക്കുന്നതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ തേങ്ങ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. ഈ തേങ്ങ വറുത്തെടുക്കുമ്പോൾ ഇതിലേക്ക് നിങ്ങൾ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ തേങ്ങയുടെ ഉള്ളിൽ നിന്നും ചെറുതായിട്ട് വെളിച്ചെണ്ണ വരും. ഒരുപാട് വെളിച്ചെണ്ണ ചേർത്തിട്ട് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ തേങ്ങ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ആ അരപ്പിൽ കണ്ടമാനം വെളിച്ചെണ്ണ ഉണ്ടാവും. അപ്പോൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ചേർത്താൽ മതി. ഈ ഒരുപാട് കൂട്ടി വെക്കരുത്. ആ തേങ്ങ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറിക്ക് ഒരു കയ്പ്പരസം വരും. അപ്പോൾ തീ പതുക്കെ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടുതലെടുത്തിട്ട് തേങ്ങ നന്നായിട്ട് മൊരിച്ച് നല്ലൊരു ഗോൾഡൻ കളറാക്കിയിട്ട് എടുക്കണം. ഇങ്ങനെയുള്ള മല്ലി ചേർക്കുമ്പോൾ മല്ലിയുടെ പൊടിയായിട്ട് ചേർക്കരുത്. ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള മല്ലി തന്നെ ചേർക്കണം. കാരണം ഫ്രഷ് ആയിട്ടുള്ള മല്ലി ചേർക്കുന്നതും മല്ലിയുടെ പൊടി ചേർക്കുന്നതും തമ്മിൽ ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ടാവും. അപ്പോൾ തേങ്ങ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ആ തേങ്ങ നന്നായിട്ട് മൊരിയുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. എന്നാൽ മാത്രമേ ആ മഞ്ഞൾപ്പൊടി നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. ഇതേപോലെ തേങ്ങ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ പിന്നെ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഈ തേങ്ങ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഈ തേങ്ങ വറുത്തെടുക്കുന്നതിലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കറിക്ക് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ല. ഇപ്പോൾ തേങ്ങ മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ തേങ്ങ ഇതേപോലെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പാനിൽ വെക്കരുത്. കാരണം പാനിൽ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഈ പാനിൻ്റെ ചൂട് കൊണ്ട് ഈ തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇത് നിങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് പകർത്താം.
തേങ്ങ വറുത്തെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ തേങ്ങയൊക്കെ നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ ഏട്ടാദ്യം മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇപ്പോൾ വറുത്തെടുത്തേക്കണ തേങ്ങ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഈ തേങ്ങ നിങ്ങൾ വറുത്തെടുക്കുമ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഏലക്കായും കൂടിയും ചേർക്കണം. ഞാനത് തേങ്ങ വറുത്തെടുത്തപ്പോൾ ഏലക്കായ ചേർക്കാൻ മറന്നുപോയതാണ്. ഞാനിതിലേക്ക് ഒരു 4 ഏലക്കായാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 600 ഗ്രാം കോളിഫ്ലവറാണ് എടുത്തേക്കുന്നത്. കോളിഫ്ലവർ ഞാനിവിടെ ഇതേപോലെ കുറച്ച് വലിയ ഫ്ലവറായിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ കോളിഫ്ലവർ നിങ്ങൾ എടുക്കുമ്പോൾ അത്രയ്ക്ക് ഫ്രഷ് അല്ലാത്ത കോളിഫ്ലവർ ആണെങ്കിൽ ചില കോളിഫ്ലവർ അത്രയ്ക്ക് ഫ്രഷ് ആയിരിക്കില്ല. എനിക്കിവിടെ കിട്ടിയേക്കുന്ന കോളിഫ്ലവർ നല്ല ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവറാണ്. അപ്പോൾ ചില കോളിഫ്ലവറിലേക്കും ചെറുതായിട്ട് ഇങ്ങനെ പ്രാണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുക. അത് കഴിഞ്ഞിട്ട് കോളിഫ്ലവർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ വഴിക്ക് തന്നെ അതിൽ നിന്ന് വെള്ളം ഊറ്റിക്കളയണം. കോളിഫ്ലവർ വെള്ളത്തിലിട്ടിട്ട് വേവിക്കരുത്. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിട്ട് ചൂടാക്കുക. ഈ കറി വെക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ വയ്ക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവോള ചേർക്കുക. ഞാനിവിടെ ഒരു വലിയൊരു സവോളയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർക്കുക. പച്ചമുളക് ചേർക്കുക. പച്ചമുളക് വളരെ കുറച്ച് ചേർത്താൽ മതി. ആ തേങ്ങ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഉണക്കമുളക് ചേർക്കുമ്പോൾ ഉണക്കമുളക് കൂടുതൽ ചേർക്കുക. അപ്പോഴായിരിക്കും ആ കറിക്ക് നല്ലൊരു കളർ കിട്ടുക. കറിവേപ്പിലയും ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോളയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ സവോള ചെറുതായിട്ട് വഴന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി തേങ്ങ വറുത്തെടുത്തപ്പോഴും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതേപോലെ സവോള വഴറ്റിയെടുക്കുമ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോഴായിരിക്കും ആ സവോള വഴറ്റിയെടുത്തതിന് നല്ലൊരു സ്മെല്ല് കിട്ടുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കണം മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങ വറുത്ത് അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർക്കാം. ഈ പതുക്കൊന്ന് കുറച്ച് വയ്ക്കാം. ഈ അരപ്പിൻ്റെ കൂടെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഈ കറി വെക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ഗ്രേവിയിൽ വെക്കരുത്. ഒരുപാട് ഗ്രേവിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. സാമ്പാറൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി കൂട്ടിയിട്ട് വെക്കാം. ഇതിനകത്ത് നമ്മൾ കോളിഫ്ലവർ മാത്രമല്ലേ ചേർക്കണുള്ളൂ. അപ്പോൾ ഈ കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് കുറേ ഗ്രേവിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോളിഫ്ലവറിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. തക്കാളി ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി ചേർക്കുമ്പോൾ ഒരുപാട് ചെറിയ പീസായിട്ട് ചേർക്കണമെന്നില്ല. അതിലേക്ക് കുറച്ച് വലിയ പീസായിട്ടാണ് ചേർത്തേക്കുന്നത്. അതെങ്ങനെ ചേർത്താലും ഈ തക്കാളി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് വെന്ത് തുടയും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ചേർക്കുമ്പോൾ ഏട്ടാദ്യം കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി മൂടി വെച്ചിട്ട് ഈ അരപ്പ് നന്നായിട്ട് തിളപ്പിക്കുക. ഈ അരപ്പ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് കോളിഫ്ലവർ ചേർക്കാം. അപ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കോളിഫ്ലവർ ചേർക്കാം. മൂടി വെച്ചിട്ട് ഈ കറി വേവിക്കുക. ഈ കറി ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. കറി ഇളക്കുമ്പോൾ എപ്പോഴും അടിയിൽ നിന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ കറി ചിലപ്പോൾ അടിയിൽ പിടിക്കും. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ കോളിഫ്ലവർ വെന്തിട്ട് ഇങ്ങനെ ഉടഞ്ഞു പോകാൻ നിൽക്കണ്ട. ഈ കറി മൂടി വയ്ക്കാം. ഈ കറിയിൽ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കറിയുടെ ഗ്രേവിയും ചെറുതായിട്ട് തിക്കായിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് ഗ്രേവിയിൽ എടുക്കുക കറി. അപ്പോഴായിരിക്കും ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ കറിയിലേക്ക് നിങ്ങൾ തക്കാളി ചേർക്കുമ്പോൾ ചില തക്കാളിക്ക് നല്ല പുളിയുള്ള തക്കാളി ആയിരിക്കും. ചില തക്കാളിക്ക് പുളി വളരെ കുറവായിരിക്കും. അപ്പോൾ തക്കാളി ചേർക്കുമ്പോൾ തക്കാളി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. കറി നന്നായിട്ടും തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പുളി കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ കറിയിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഈ കറിക്ക് ആവശ്യത്തിനുള്ള പുളിയുണ്ട്. ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. ഈ കറി നീക്കി വയ്ക്കുക. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം.
ഈ കടുക് പൊട്ടണം. കടുക് നമ്മൾ കറിയിലേക്ക് ചേർക്കുമ്പോൾ കടുക് പൊട്ടിയില്ലെങ്കിൽ കടുക് നമ്മൾ കഴിക്കുമ്പോൾ ആ കടുകിന് നല്ല കയ്പ്പരസം ഉണ്ടാവും. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഇപ്പോൾ ഉണക്കമുളക് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും ചേർക്കാം. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം, അല്ലെങ്കിൽ സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ചുവന്നുള്ളിക്കും കുറച്ച് കൂടുതൽ ചേർക്കാം, അപ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ചുവന്നുള്ളി മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇപ്പോൾ ചുവന്നുള്ളി മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്യാം. ഇത് കറിയിലേക്ക് ചേർക്കാം. ആ കറിയിലേക്ക് താളിച്ച് ചേർത്ത വഴിക്ക് തന്നെ കറി ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ താളിച്ച് ചേർത്തതിൻ്റെ നല്ല സ്മെല്ലേക്കും കറിയിലേക്ക് കിട്ടും. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറിയിലേക്ക് നിങ്ങൾ ഗരം മസാലയൊക്കെ ചേർക്കുമ്പോൾ ഞാനിതിലേക്ക് പറഞ്ഞേക്കണം കറക്റ്റ് അളവിൽ തന്നെ എല്ലാ ഗരം മസാലയും ചേർക്കാം. ചെറിയ ജീരകമായിരുന്നാലും ഒരുപാട് ചേർക്കരുത്, എല്ലാവരും കറക്റ്റ് അളവിൽ തന്നെ ചേർക്കാം. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ കറി നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഈ കറിയും പിന്നെ പപ്പടം ഉണ്ടെങ്കിൽ നമ്മുടെ ചോറിനാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഈ കറി വയ്ക്കുമ്പോൾ ഇതേപോലെ ഗ്രേവി ചെറുതായിട്ടിങ്ങനെ തിക്കായിട്ടിരിക്കണം, ഒരുപാട് വെള്ളം പോലെ ഇരിക്കരുത്. കാരണം ഈ കോളിഫ്ലവർ ആകുമ്പോൾ ഒരുപാട് കറിയിൽ ഗ്രേവി ആയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കുള്ള ഗ്രേവിക്കുള്ള ആ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കോളിഫ്ലവറിന് പറ്റില്ല. അതുകൊണ്ട് കറിയുടെ ഗ്രേവിയൊക്കെ ചെറുതായിട്ട് തിക്കായിട്ടെടുക്കുക. പിന്നെ ഈ കറി നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഇരിക്കണം കറി, അപ്പോഴായിരിക്കും ആ കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടം.